ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബിഷപ്സ് ഹൌസ് റോഡിൽ 2 വീടുകളിൽ മോഷണം. വരാരത്ത് പറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കള വാതിൽ പൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൈക്കിളും കുടുംബവും ദുബായിലാണ് താമസം. മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയ ാണ് മോഷണ വിവരം അറിഞ്ഞത്. മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നിട്ടുള്ളത്. കോട്ടപ്പുറം മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. കോട്ടപ്പുറം കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിംസ് കായലോരം കേന്ദ്രീകരിച്ച് മേനക തിയേറ്റർ തുടങ്ങി ഈ ഒരു ബ്ലോക്കിൽ കുറച്ച് നാളുകളായിട്ട് നിരന്തരം കളവുകൾ കിടക്കുകയാണ്. തുടക്കം കോട്ടപ്പുറത്ത് കായലോരത്തുള്ള ഒരു പുതിയതായി ആരംഭിച്ചൊരു ടീ ഷോപ്പിൽ അത് ആണിവാർ ഉപയോഗിച്ച് പൊളിച്ച് അതിനകത്ത് കയറി വ്യാപകമായി നശിപ്പിക്കുകയും അത്യാവശ്യം കളവ് നടത്തുകയും പോയത്. ഉടനെ തന്നെ പോലീസിൽ പരാതികൾക്ക് പോലീസ് വരികയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഒരു സേവി എന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ചുകൊണ്ടുപോയി. അതിനടുത്ത ദിവസം തന്നെ തൊട്ടപ്പുറത്തൊരു സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പിള്ളേർ വീട്ടിൽ കയറി അവിടെ വീട്ടിലെ കടയിൽ നിന്ന് അവിടെ നിന്ന് മൊബൈൽ ഫോൺ മോഷണം പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അതിനടുത്തുള്ള കായക്കട അതിക്ക് മുന്നേ ആ കടയിൽ കയറി ആണിവാർ ഉപയോഗിച്ച് ഏതാണ്ട് സെയിമായിട്ട് ഇപ്പോൾ ഈ വീടുകളിലൊക്കെ നടന്ന കളവ് പോലെ തന്നെ ആണിവാർ ഉപയോഗിച്ച് ആ കടയിൽ 2-3 പ്രാവശ്യം ആ കടയിൽ ശ്രീജൻ്റെയൊക്കെ കടയിൽ കയറി അവിടെ മോഷണം നടത്തി. ഇന്നലെയാണ് രാവിലെയാണ് ഇവിടുത്തെ ഈ ജോണിച്ചേട്ടൻ്റെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മാരകമായിട്ട്, അതായത് അവർ അത് പൊളിച്ചകത്ത് കയറിയേക്കാണ്. ഡോറും അലമാരകളെല്ലാം പൊളിച്ചകത്ത് കയറിയേക്കാണ്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ അവസാനം ഈ കണ്ട വീട്ടിലാണ് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ബാക്ക് ഡോറ് പൊളിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നുണ്ട്. ബാക്ക് ഡോറൊക്കെ പൊളിച്ച് ഇവിടെയും കയറിയിരിക്കുന്നത്. അത് വ്യാപകമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1 2 3 ഇത് നിരന്തരമായി ഇപ്പം ആളുകൾ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഈ പരിസരത്തുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു നടപടി വേണം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ച് ഉടനെ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി വേണം. ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അടിയന്തരമായ നടപടി ആവശ്യമാണ്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. അളവുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.